ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നലെ രാത്രി ഞങ്ങൾ അമ്മാവയുടെ വീട്ടിലേക്ക് വന്നു. രാത്രി വന്നുകൊണ്ട് ഈ സാധനം പറിക്കാൻ പറ്റിയില്ല. വേറെ ഒന്നുമല്ല, റംബൂട്ടാനാണ്. അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഇത് പറിക്കാൻ വേണ്ടിയിട്ട്. ശിവ തന്നെ പറിക്കാമെന്നൊക്കെ നോക്കിയിട്ട്, പക്ഷേ ഈ മരത്തിൽ കുറച്ച് മുകളിലാണ്, അവനെ കൊണ്ട് പറ്റൂല ഗൈസ് എടുക്കാൻ. ഞാൻ പറിച്ചു കൊടുത്തിട്ട് ഞാൻ തന്നെ പൊട്ടിച്ചു കൊടുത്താലേ അവൻ എടുക്കത്തുള്ളൂ ഗൈസ്. അവൻ അല്ലാതൊന്നും കഴിക്കാറിഞ്ഞൂടാ. എന്നിട്ട് അവൻ എന്നോട് പറയുക, ഇത് കഴുകിയിട്ടല്ലേ കഴിക്കേണ്ടത്. കഴുകിയിട്ട് വേണമെങ്കിൽ കഴിക്കാം, ഉറുമ്പ് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ പറിക്കാം വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പം ഞാനാണെങ്കിൽ പറിച്ചത് ഇലയായിരുന്നു. പറിച്ചങ്ങ് എടുക്കുമായിരുന്നു. എന്നിട്ട് വീഡിയോ എടുക്കാൻ പറഞ്ഞ ആൾ പോന്നു. അപ്പുറത്തെ വീട്ടിലെ മരത്തിലെ റംബൂട്ടാൻ കാണിക്കാനാണ് ഈ പോകുന്നത്. അവസാനം ഞാൻ 2 എണ്ണം പറിച്ചെടുത്തു ഗൈസ്. ഇത് മാത്രമല്ല, നമുക്കിവിടെ 2 എണ്ണമാണ് ഉള്ളത്. 2 റംബൂട്ടാൻ്റെ മരമുണ്ട്. അതിൻ്റെ അകത്ത് 2ലും നിറയെ നിൽപ്പുണ്ട്. ആ രണ്ടാമത്തത് താഴെ നിൽക്കുവാണ്. ശിവയ്ക്ക് വരെ പറിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ഇത് കണ്ടോ ഗൈസ്, നല്ല ടേസ്റ്റാണ്. ഒരുപാട് മധുരം ഇല്ല, എന്നാൽ ഒട്ടും മധുരം ഇല്ലാത്തതല്ല, ഒരു മീഡിയമായിട്ട് നല്ല രസമുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ ചിക്കുവിൻ്റെ മരമാണ്. പിന്നെ ഇത് പച്ചമാങ്ങ ഒരുപാടുണ്ട് ഗൈസ്. ഞങ്ങൾക്ക് എന്തായാലും പോകുമ്പോൾ ഞങ്ങൾ കൊണ്ടുപോകും ഒരുപാട്. ഇതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തത്. ശിവ അതിൻ്റെ അകത്തുനിന്ന് പറിച്ചപ്പോഴത്തേക്ക് നേരെ വന്ന് താഴേക്ക് വീണു. പിന്നെ ഞാനും പറിച്ചു ഗൈസ് കുറേ. അങ്ങനെ ഇത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ആണ്. പിന്നെ അമ്മാവൻ ഞങ്ങൾക്ക് വേണ്ടി കുറേ പറിച്ച് തരുമായിരുന്നു. അങ്ങനെ അതല്ല, ഇതാണ്. ഇവിടുത്തെ നല്ല തണുപ്പാണ് ഗൈസ്. ഇവിടെ ഒട്ടും വെയിലും ചൂടും ഒന്നുമില്ല. ഇവിടെ ഭയങ്കര തണുപ്പാണ്. വീട്ടിലെക്കാട്ടി തണുപ്പ് ഇവിടെയാണ്. വീട്ടിലധികം തണുപ്പൊന്നുമില്ല ഗൈസ്, അവിടെ ചൂടൊക്കെയാണ്. ഇവിടെ നല്ല തണുപ്പാണ് ഗൈസ്. എനിക്കാണെങ്കിൽ വന്നപ്പോൾ തൊട്ടേ തണുക്കുവാണ്. ഇത് കണ്ടോ ഗൈസ്, ഇതിൻ്റെ അകത്ത് പിന്നെ നമ്മൾ കഴിക്കുമ്പോൾ തന്നെ കുരു ഇങ്ങനെ മാറി വരും. അതുകൊണ്ട് തന്നെ ശിവയ്ക്കും കഴിക്കാൻ പറ്റും പെട്ടെന്ന്. അപ്പോഴാണ് യൂട്യൂബിലൊക്കെ ഇപ്പോൾ കുറേ ദിവസമായിട്ട് കുറേ ആൾക്കാർ ഇത് വെച്ചിട്ട് ഉപ്പും മുളകും ഒക്കെ ഇട്ട് കഴിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ച് ഞാൻ ഉപ്പും മുളകും ഇട്ട് കഴിക്കാമെന്ന് വെച്ചു. അമ്മാമയായിരുന്നു ഉപ്പും മുളകും ഇട്ട് തന്നത്. അപ്പോൾ അത് ചെറുതായിട്ട് മുളക് പൊടി ഒന്ന് കൂടിയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നതുകൊണ്ട് ഒരു കുറച്ചിട്ടിട്ട് ട്രൈ ചെയ്യാം, ഇനിയിപ്പോൾ ഫ്ലോപ്പായി പോവുകയാണെങ്കിലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ കുറച്ചേ ഇട്ടുള്ളായിരുന്നു. അങ്ങനെ ശിവ എന്നോട് പറയാണ്, അവിടെ ഇരുന്നിട്ട് ഒരുപാട് ഇടണ്ട, കുറച്ചിട്ടാൽ മതി, എങ്ങാണോ ഫ്ലോപ്പായി പോവുമോ എന്നൊക്കെ എന്നോട് ഇരുന്ന് പറയുമായിരുന്നു. ഞാനൊരു 5 എണ്ണം ഇടാടാന്നൊക്കെ പറഞ്ഞിട്ട് 5 എണ്ണം ഇട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിച്ച് നല്ല കളർ വന്നപ്പോഴത്തേക്ക് തന്നെ എനിക്ക് പേടിയായി ശിവ കഴിക്കുമെന്ന്. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഒരെണ്ണം എടുത്തിട്ട് അവനോട് പറഞ്ഞു, മുളക് കുറവുള്ളത് എടുക്കുക, അല്ലെങ്കിൽ നീ കഴിക്കില്ല. അവനുള്ളതിൽ ഏറ്റവും കുറവാണ് എടുത്തത്. ഇപ്പോൾ ഒരാളെൻ്റെ ബാക്കിൽ കൂടെ വെള്ളത്തിന് വേണ്ടി ഓടുന്നത് കാണാം. അതാണ് ഞാനിപ്പോൾ നോക്കാൻ വേണ്ടി പോകുന്നത്. കണ്ടോ, പോന്നു കാവാടി തുള്ളിക്കൊണ്ട് പോവുകയാണ് ഗൈസ്. അങ്ങനെ ഞാൻ പോയി വെള്ളമൊക്കെ എടുത്ത് കൊടുത്തു അവന്. അപ്പോഴാണ് അവനൊരാശ്വാസമായി. അവൻ പറഞ്ഞു, എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല, ഇത് എന്തുവാന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പോയി. പിന്നെ ബാക്കിയുള്ള 4 എണ്ണം അതേപോലെ തന്നെ ഞാൻ തന്നെ കഴിക്കണ്ടേ. അവസാനത്തത് എനിക്ക് ഒട്ടും കഴിക്കാൻ പറ്റിയില്ല. ഞാൻ അത് കഴുകിയായിരുന്നു കഴിച്ചത് അവസാനം. എനിക്ക് എരിവ് പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.